ദൈവവചനം സംസാരിക്കുമ്പോൾ നമ്മിൽ ആത്മാവ് വ്യാപരിക്കണം. കാരണം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. ആ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അത് സ്വീകരിക്കുന്ന പക്ഷം നമ്മുടെ ശരീരം പോലും അറിയാതെ നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. അന്യഭാഷ പാടുന്നവരൊക്കെ ഈ സമയത്ത് പാടും. ആമേൻ. വചനം കേൾക്കുമ്പോൾ ആമേൻ ജീവിതങ്ങളുടെ മേൽ ആത്മാവ് വന്നതുപോലെ ഇതുപോലെ കർത്താവിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. ഈ വചനം നമുക്ക് വലിയ രൂപാന്തരം ഉണ്ടാക്കണം. വലിയ പ്രാവർത്തികമായ പദത്തിലേക്ക് നാം കേൾക്കുന്ന വചനം രൂപാന്തരപ്പെട്ടു വരണം. വ്യക്തികൾക്ക്, സഭയ്ക്ക്, സമൂഹത്തിന് അത് വലിയൊരു വിടുതലായി മാറണം. അതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്തൃദാസന്മാരെ ക്ഷണിക്കുന്നു. പാസ്റ്റർ മോൻസി എൻ ജോർജ്. ഈ മാസയോഗത്തിൽ ഇതുപോലെ കാലം ഒരുമിച്ചായിരിക്കാൻ സ്വന്തം ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രവും നന്ദി നൽകുന്നു. ഈ മീറ്റിംഗിന് അധ്യക്ഷം വഹിക്കുന്ന കർമ്മദാസന്റെ ചുമതല വഹിക്കുന്ന കർമ്മദാസനെ സ്തോത്രം ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, പ്രാദേശിക സഭകളിലെ ദൈവമക്കൾ, ഇന്ന് പോൽക്കാലം നമ്മളോടൊപ്പം സർവീക്കുന്ന കടന്നു വന്നായിരിക്കുന്ന കർത്താദാസൻ, സൂക്ഷിക്കുന്ന ദൈവദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കടന്നു വന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അർപ്പിക്കുന്നു. 2024 ദൈവം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന അവസരത്തിൽ ദാസൻ ഓരോന്നിച്ചു നടന്ന് പെട്ടെന്നുണ്ടായ പനിയും പ്രവർത്തന കാരണം എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വീണ്ടും ഇന്ന് കാരണം പ്രകാരം വലിയ ഓർഡർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രസന്നരായിരിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ശ്രദ്ധപ്പെടുന്നു. ദൈവദാസൻ ഓർമ്മിച്ചതുപോലെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ശക്തിയോടും ആത്മാവിൻ്റെ ബലത്തോടും ഒക്കെ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ദാസന്മാരിൽ തുടർന്നും ശക്തിയുടെ ശുശ്രൂഷ ദൈവം നൽകുകയും ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി റോമാലേഖനം 8-ാം അധ്യായത്തിലെ 35 മുതൽ 39 വരെ വാക്യങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം. സുപരിചിതമായ വേദഭാഗം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചേർന്ന് പ്രാർത്ഥനയിൽ ആ വാക്കുകൾ വീണ്ടതുപോലെ
നമ്മുടെ ജനറൽ കൺവെൻഷന്റെ തീമായിരുന്നു ഈ 37 വാക്യം, അതായത് വിജയാളികൾ എന്നുള്ള വിഷയം. ദേവദാസന്മാർ ആ വാക്യത്തിൽ നിന്ന് ഒരു 50ഓളം പ്രസംഗങ്ങൾ എല്ലാ സ്റ്റേഡിയത്തിൽ കേട്ടു. നിങ്ങളെല്ലാവരും കേട്ടില്ലെങ്കിൽ ദേവദാസന്മാർ കുറെ വിളിക്കുന്നതിന് കഴിയില്ല. ദൈവങ്ങളും ധാരാളം പ്രസംഗങ്ങളുമായിട്ടനുബന്ധിച്ച് കേൾക്കുവാനിടയായിരുന്നു. എന്നാൽ ആ പ്രസംഗങ്ങൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലല്ല, മറിച്ച് ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ ജയാളികൾ എന്നുള്ള പദം എന്നെ ഒത്തിരി സ്ട്രൈക്കുകയും ചെറിയ ചിന്ത മാത്രം എൻ്റെ മുമ്പിൽ ഇതുപോലെ ലഭിച്ച സമയത്ത് ഞാൻ പങ്കുവച്ചിരുമ്പോൾ കർത്താവിനെ ശരണപ്പെടുകയും ഇതേപോലെ ഞാൻ എൻ്റെ പ്രാദേശിക സഭയിൽ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനിടയായിരുന്നു. റോമാലേഖനം അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരുടെ അപ്പോസ്തലനായ പൗലോസ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാന സമയത്ത് 3 മാസം കൊരിന്തിൽ താമസിച്ച് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൊരിന്തിൽ താൻ താമസിക്കുന്ന കാലയളവിൽ അവിടെ വെച്ചാണ് റോമിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താൻ റോമിൽ ചെല്ലുവാൻ പലപ്പോഴും ആഗ്രഹിച്ചെങ്കിലും തടസ്സങ്ങൾ പലപ്പോഴും നേരിട്ടു. ആ തടസ്സങ്ങൾ നേരിട്ട അവസരത്തിൽ താൻ റോമിലേക്ക് പോകുവാനുള്ള ആഗ്രഹത്തോടെ വാഞ്ചയോടെ അവർക്ക് എഴുതിയ, അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവർക്ക് എഴുതിയ ഒരു ലേഖനമാണ് ഈ റോമ ലേഖനം നമുക്ക് കാണാൻ കഴിയുന്നത്. റോമ ലേഖനത്തിന്റെ 15 മുതൽ 15-ാം അധ്യായത്തിന്റെ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് നമുക്കവിടെ വ്യക്തമായ തെളിവുകൾ കാണാൻ കഴിയുന്നുണ്ട്. റോമയിലുള്ള ക്രൈസ്തവരായ ക്രിസ്തീയ ഭക്തരായ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. BC 753 റോമാ ചരിത്രം പ്രകാരം പട്ടണം സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും BC 1 അവിടെ BC 1 മുതലുള്ള കാലഘട്ടത്തിൽ അവിടെ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്ന് രേഖകളിൽ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. BC 1 കാലഘട്ടങ്ങളിൽ യഹൂദ ക്രൈസ്തവർ, നമുക്കറിയാം യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുമതം വിശ്വസിച്ച് സ്വീകരിച്ച ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവർ യെരൂശലേമിലുള്ള യഹൂദന്മാരുമായി ബന്ധം പുലർത്തിയിരുന്നവരായതുകൊണ്ട് ആ നിലയിൽ അവിടുത്തെ ക്രൈസ്തവ സഭയുടെ തുടക്കം കുറിച്ചത്, ക്രൈസ്തവ സമൂഹത്തിന്റെ തുടക്കം കുറിച്ചത് അവരായിരിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിജാതീയരായ ദാസൻ സങ്കീർത്തന പ്രബോധനത്തിൽ ഓർമ്മിച്ചതുപോലെ വിജാതീയരായ യഹൂദന്മാരല്ലാത്ത ഒരു സമൂഹവും വിജാതീയ ക്രൈസ്തവരായി ക്രിസ്ത്യാനികളായി അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലൊക്കെ ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നിത്യാദി പദപ്രയോഗങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ അതിനെ ശരിവെക്കുന്നതാണ്. ഈ റോമാലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. ഈ ലേഖനത്തിന്റെ പ്രധാന ഉള്ളടക്കം അതായിരിക്കുമ്പോൾ തന്നെ ഈ 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ജഡസ്വഭാവവും ആത്മസ്വഭാവവും തമ്മിലുള്ള അന്തരത്തെ പറ്റി വിവരിച്ച അനന്തരം നമ്മുടെ കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കുന്നവർക്ക് മാത്രമേ വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് അതിന്റെ ആരംഭ 17 വാക്യങ്ങളിലൂടെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. തുടർന്ന് 39 വരെ 18 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനെതിരെ ഉണ്ടാകുന്ന വെല്ലുവിളികളും ആ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ കഷ്ടതകളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അതിനെ ജയിച്ച് പൂർണ്ണ ജയം പ്രാപിക്കുന്നതിനെ പറ്റിയാണ് നമുക്കവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഒരു വാക്യത്തിൽ നാം വായിച്ചതുപോലെ അവിടെ നാം വായിച്ച 37-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് പൂർണ്ണ ജയം പ്രാപിക്കാം. 35 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ആരംഭത്തിൽ വായിക്കുവാൻ ആവശ്യപ്പെട്ടത്. ആ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പൂർണ്ണ ജയം പ്രാപിക്കുക എന്നുള്ളത്
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹവും അതിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന വെല്ലുവിളികളും ഈ വാക്യങ്ങളിൽ വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നതായി പ്രതിപാദിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ 37 വാക്യത്തിലും അതിന്റെ 38, 39 വാക്യങ്ങളിലുമായി ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്ന വെല്ലുവിളികളുടെ ഒരു 17 എണ്ണം അപ്പോസ്തലനായ പൗലോസ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുക. പൂർണ്ണ ജയം എന്ന പദം അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് ഓരോ വാക്കിനും ഞാൻ വളരെ പ്രാധാന്യത കൊടുക്കാറുണ്ട്. ജയം എന്ന് പറയുന്നതിനേക്കാളും അല്പം കൂടെ വ്യക്തത വരുന്ന ഒരു പദമാണ് പൂർണ്ണ ജയം എന്ന് പറയുന്നത്. അവിടെ പരാജയമില്ല, അവിടെ അല്പം പോലും തോൽവിയില്ല. ഇവിടെ ലേഖകൻ എഴുതിയിരിക്കുന്നു പൂർണ്ണ ജയം പ്രാപിക്കുക. ബാക്കി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതിലൊക്കെ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ജയ പരാജയ സമ്മിശ്രമാണ്. ജയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം, നിങ്ങൾ പെട്ടെന്ന് പരീക്ഷ ജയിക്കുന്ന കാര്യം ഓർമ്മ വരും. അല്ലെങ്കിൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ പാസ്സായി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിജയിക്കുന്ന കാര്യത്തെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരും. ആർട്സ്, സ്പോർട്സ്, അല്ലെങ്കിൽ ഇലക്ഷന്റെ വിജയം, ഇങ്ങനെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിജയങ്ങളും തോൽവികളും നാം പലപ്പോഴും കാണുകയും കേൾക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അവിടെ എല്ലാം ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഉച്ചരിച്ചതുപോലെ തന്നെ വിജയത്തോടൊപ്പം തന്നെ എന്തുകൊണ്ട് പരാജയവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പരാജയത്തെ പറ്റിയല്ല, പൂർണ്ണമായ ഒരു വിജയത്തെ പറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ആകത്തുകയാണ് വിജയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ചില പരാജയങ്ങൾ അല്ലെങ്കിൽ ചില വിജയങ്ങൾ കണ്ട് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തർക്കും ഇന്ന് നമുക്ക് ഓരോരുത്തർക്ക് സാക്ഷി പറയാൻ സമയമുള്ളൂ. അല്പസമയമൊക്കെ നീട്ടി തന്ന എല്ലാവർക്കും സാക്ഷി പറയാം, ദൈവം തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒത്തിരി വിജയത്തിന്റെ കണക്കുകൾ ദൈവസഭയിൽ നിന്ന് അവതരിപ്പിക്കാറുണ്ടാകും. എന്നെ വിളിച്ച ദൈവം, എന്റെ തലമുറയിൽ ധരിച്ച ദൈവം, പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി തന്ന ദൈവം, ഭൗതികമായ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആത്മീയ വിഷയത്തെക്കാൾ വലിയ ഭൗതിക വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴും ജയം പ്രാപിച്ചതായി കണക്കൂട്ടാറുള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തില് 2 ധ്രുവത്തിൽ നിന്ന് ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന 2 പേര് തമ്മിലാണ്. അപ്പൊ ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാള് വന്ന് ഒരാളോട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് വോട്ടൊക്കെ എണ്ണി കഴിയുമ്പോ തല തുണിയിട്ടുകൊണ്ട് ഇതുവഴി ഇറങ്ങി പോകണ്ട, വരരുത് എന്ന് നമ്മുടെ സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും പറഞ്ഞതല്ല എന്നിങ്ങനെ പറയുവാനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കായിരുന്നു ചിന്തിപ്പിച്ചത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു മറുപടി, മോനെ ഞാൻ നല്ലൊരു അപ്പനാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാതൃകയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഭർത്താവാണ്, എന്റെ മാതാപിതാക്കൾ ഞാൻ നല്ലൊരു മകനായിരുന്നു, എന്റെ സമൂഹത്തിന് ഞാൻ തലവേദനയായിരുന്നില്ല, എന്റെ സഭയ്ക്ക് ഞാൻ മാതൃകയായിരുന്നു, എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇന്ന് വരെ പരാജയപ്പെട്ട ഒരു ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് ഇലക്ഷന് തോറ്റു എന്ന് പറയുമ്പോൾ തലമുറ കുട്ടികളുടെ ഓടേണ്ട ഗതികളൊന്നും നിന്നെ പോലെ എനിക്കില്ലെന്ന് അദ്ദേഹം പറയുവാനിടയായിരുന്നു. ഞാൻ പറഞ്ഞത്, വിജയം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ചിലത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെ, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിലെ ചില വിജയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ വിജയിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിന്റെ ആകത്തുക ഒന്ന് കൂട്ടി വായിച്ച് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയും? അങ്ങനെ ഒരു വിജയം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വെറുതെ അല്ലെന്ന് പറഞ്ഞത്. പൗലോസ് ഫിലിപ്പിയർലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അത് വായിക്കാമോ? നമുക്കറിയാമോ? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ഞാനിലുണ്ട് ക്രിസ്തുയേശുവിന്റെ പരമയുടെ വിരുദ്ധനായി നാട്ടിലേക്ക് ഞാൻ ചെയ്യുന്നു, ഓടുന്നു
കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ഒരു റോയൽ കോള്, ഒരു പരമവിളി, അത് ഞാൻ കേട്ടു. ആ വിളിയുടെ ലക്ഷ്യം, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓടിക്കൊണ്ടിരിക്കുക. തിമോഥെയോസ് ലേഖനം 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. നോക്കിക്കേ, ഒരിക്കൽ ഓടുക എന്ന് പറഞ്ഞ പൗലോസ് ജീവിത അന്ത്യത്തിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുക, ഞാൻ ഓട്ടം തികച്ചു. അതാ പൂർണ്ണ വിജയം എന്ന് പറയുന്നത്. കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ എണ്ണപ്പെട്ട ഒത്തിരി വിജയങ്ങളെ കണക്ക് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ ജീവിത അവസാനത്തിൽ നാം പരാജയപ്പെട്ടു പോയാൽ നാം പ്രാപിച്ചതും ഓടിയതും നേടിയെന്ന് പറഞ്ഞതും ഒക്കെ വ്യർത്ഥമാണെന്നുള്ള വ്യക്തമായ ബോധ്യം ഓരോ ദൈവങ്ങളുടെ അകത്ത് ഓരോ നിമിഷവും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ നാം പ്രാപിച്ച വിജയങ്ങളെ പറ്റി ഞാൻ ആരംഭത്തിൽ പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് 35-ാം വാക്യത്തിലും 38-39 വാക്യങ്ങളിലുമായി ഏതാണ്ട് 17 കഷ്ടതകളെ പറ്റി പറയുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, കഷ്ടതയോ, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, 7 കാര്യങ്ങൾ പറയുന്നു. 38-39 വാക്യങ്ങളിൽ വരുമ്പോൾ പറയുന്നുണ്ട്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ കാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുമാനമുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ യേശുക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാ പൗലോസ് അപ്പോസ്തലന്റെ വാക്കിന്റെ ധൈര്യം. പറയുക, ഈ കഷ്ടതകളൊന്നും എന്റെ ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അകത്തത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാ പൂർണ്ണ വിജയം. ഈ വെല്ലുവിളികളെയൊക്കെ നമ്മുടെ പെന്തക്കോസ്തിന്റെ, ഞാൻ എപ്പോഴും സഭയിലൊക്കെ പ്രസംഗം പറയാറുണ്ട്, പെന്തക്കോസ്തുകാരായ നമുക്ക് നമ്മുടേതായ ഒരു ഡിക്ഷണറി വേണം. നമുക്ക് നമ്മുടേതായ ചില വാക്കുകൾ, ബലഹീനത, പോരാട്ടം, ഇതൊക്കെ നമ്മുടെ ഡിക്ഷണറി മാത്രമുള്ളതല്ല. ലോകക്കാർക്ക് അത്ര അറിയത്തില്ല പദങ്ങളുണ്ട്. അങ്ങനെ വാക്കില്ലെന്നല്ലേ അല്ലെങ്കിൽ നമുക്ക് അതിലൊരു പ്രത്യേക ആശയങ്ങളുണ്ട്. അപ്പോഴ് ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളെ നമ്മള് ഓപനം പേരിട്ട് വിളിക്കും പോരാട്ടം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ വെല്ലുവിളികളൊക്കെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പോരാട്ടമായി എണ്ണുന്ന, കണക്കുകൂട്ടുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ പോരാട്ടങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? വേർതിരിക്കുവാൻ ഇടവരരുത്. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം 23 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില പോരാട്ടങ്ങൾ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 23 അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, 40 അടി കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, കല്ലേറ് കൊണ്ടു, കപ്പൽ ചേറിൽ അകപ്പെട്ടു, വെള്ളത്തിലെ ആപത്ത്, അസാധാരണ സംഗതികൾ നമുക്ക് വളരെ അറിയാവുന്ന ഭാഗമാണ്. ഞാൻ നോക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ, ആത്മീയ ഓളത്തിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു പോരാട്ടം, കഷ്ടതയൊന്നും അല്ല. ആണോ? ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? പട്ടിണി ഉള്ള എത്ര പേരുണ്ട്? നഗ്നത
അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മച്ചിമാരൊക്കെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വല്ലത് അനുഭവിക്കുന്നുണ്ടോ? എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്നൊക്കെ നമ്മൾ വായിക്കുകയും പറയും, പ്രസംഗിക്കും. പക്ഷെ ഞാൻ പറയാറുണ്ട്, നമുക്കിപ്പോ കൺഫ്യൂഷൻ, എന്താ കഴിക്കേണ്ടത്? രാവിലെ ഭാര്യ ഒന്ന് ചോദിക്കുക, അച്ഛൻ എന്താ ഉണ്ടാക്കേണ്ടത്? പിള്ളേരെ വിളിച്ചതിന് വേറെ ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞത് പട്ടിണിയില്ല നമുക്ക്. എന്ത് ഉടുക്കുമെന്ന് ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബ്ലൗസിൽ ചേരുന്ന സാരി ഏതാ? തുറന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് വീണ് നമ്മളതിന് അടിയിൽപ്പെട്ട് വീട് മരിച്ചു പോകാൻ സാധ്യത ഉള്ളതുപോലെ അടിച്ചു വെച്ചിരിക്കാതെ എന്ത് ഉടുക്കും? ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഭക്ഷണമോ വസ്ത്രമോ സങ്കടമോ ഈ പറയുന്ന പ്രതികൂലങ്ങളൊന്നും, ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ ആധുനിക സമൂഹത്തിലില്ല. വളരെ റെയറായി ആരെങ്കിലും ഞാൻ കഷ്ടത അനുഭവിക്കുന്നത് പറയുന്നത് ഒഴിച്ചാൽ ഈ പറയുന്ന പ്രതികൂലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. മറിച്ച് ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പ്രശ്നമായ പൗലോസ പറയുന്നത്, ഞാൻ ഇതെല്ലാം അനുഭവിച്ചു, വസ്ത്രമില്ലാതെ ഞാൻ കഷ്ടത അനുഭവിച്ചു, ഉപദ്രവം അനുഭവിച്ചു, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കള്ളസ്വഭാവങ്ങളുടെ ആപത്ത്, കരയിലെ ആപത്ത്, നദിയിലെ ആപത്ത്, ഇതെല്ലാം ഞാൻ അനുഭവിച്ചു. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ വിഷയത്തിന്റെ സമാപ്തിയിലേക്ക് എത്തട്ടെ. ദൈവങ്ങളെ, ഈ കഷ്ടതയൊന്നും നമുക്കില്ല. എന്നാൽ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെയും എന്റെ സഭയിൽ പറയുകയുണ്ടായി, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചതുകൊണ്ട്. ഞാൻ ഇന്നലെ പകല് പറഞ്ഞു, 2 മുട്ട വീട്ടിൽ വെച്ചിരുന്നാലും പാസ്റ്റർ വരുന്ന കാണുമ്പോൾ പിള്ളേരെ കാണിക്കാതെ അത് പൊഴിക്കുന്നത് പാസ്റ്റർക്ക് കൊടുക്കും, അല്ലെ? ചായ ഇടാൻ വെച്ചിരിക്കുന്ന പാലെടുത്ത് എന്ത് ചെയ്യും? പാസ്പോർട്ട് കൊടുക്കും. കയ്യിൽ നിൽക്കുന്ന പൈസ ഉള്ളതിന്റെ പരിമിതി മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ ഏറ്റവും നല്ലതെടുത്ത് എന്ത് ചെയ്യും? ദൈവദാസന്മാർ കൊടുക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അളക്കുന്ന അളവിനാൽ അവർ എന്ത് ചെയ്യുന്നവരാണ്? നാം കൊടുക്കുന്ന നന്മ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, അവർ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ അധ്വാനിച്ചതുകൊണ്ട്, അവർ ദൈവത്തിന്റെ നാമത്തിന് കൊടുത്തതുകൊണ്ട്, അവർ ജീവിതത്തിന്റെ ഏടുകളിൽ ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവസഭയെയും ദൈവവചനത്തെയും പ്രധാനതയുള്ളതായി കണ്ടതുകൊണ്ട് അടുത്ത തലമുറ വന്നപ്പോൾ ദൈവം അവരെ ആദരിച്ചു. അത് പിതാക്കന്മാരുള്ള ദൈവത്തിന്റെ നീതിയാണ്. ഈ വചനം നാം ചുമന്നതുകൊണ്ട്, ഈ വചനം നാം എടുത്തതുകൊണ്ട്, ഈ വചന നിമിത്തം അവർ നമ്മെ നമ്മുടെ തലമുറകളെ ഒന്ന് പാലിച്ചത്. എന്നാൽ ഇത് പോൽക്കാരൻ ഞാൻ പറയട്ടെ, ഈ മാന്യത ലഭിച്ചവർ ഞാൻ മുമ്പേ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഈ വിടുതൽ ലഭിച്ചവർ, ഈ കഷ്ടത മാറിയവർ, ഈ പട്ടിണി മാറിയവർ, ഈ ദാരിദ്ര്യം മാറിയവർ എഴുന്നേറ്റ് സാക്ഷി പറയേണ്ട, ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം നല്ലവനായിരുന്നു. ദൈവദാസന്റെ ശിവാസ് ഓർമ്മിച്ചതുപോലെ നമ്മൾ പറയും, ഞാൻ വിജയിച്ചു, ഞാൻ മാനിക്കപ്പെട്ടു, ഞാൻ ഉയർത്തപ്പെട്ടു എന്ന് പറയുമെന്ന് ഞാൻ മറുവശം പറയട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തില് പല കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ആകാശത്തിന്റെ കാലഗതി അനുസരിച്ച്, കോഴ്സ് ഓഫ് വേൾഡ്, സമൂഹത്തിന്റെ, ലോകത്തിന്റെ കാലഗതി, അത് ദൈവദാസന്മാർ പലരിന്ന് പ്രാർത്ഥിച്ചപ്പോഴും പ്രസംഗിച്ചപ്പോഴൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് തൊട്ടുപോലെ ഞാൻ അവിടെ ചിന്തിക്കുകയുണ്ടായി. കാരണം കാലഗതിക്ക് അനുസരിച്ച് മാറേണ്ടതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും ആശയോധന വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം നോക്കിയത് അറിയാമോ? എന്റെ വണ്ടിക്ക് കാർപോർട്ട് ടിക്കറ്റ് ഇടാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം അത്രയാണ് നടക്കണ്ടേ. കട്ടളപ്പണിയോ റബ്ബിലോട്ട് വണ്ടിയോട് നിർത്തിയിട്ട് കയറി വരാമെന്നാണ് ഞാൻ നോക്കുന്നത്. എന്റെ കാര്യം പറയുന്നത്, കാരണം ഇല്ല, താഴെ ഇങ്ങോട്ട് കയറി വരാൻ നമുക്ക് ബുദ്ധിമുട്ടാ. താഴത്തെ റോഡിൽ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. 4 വീടിന് അപ്പുറത്തുള്ള വീട്ടിൽ വരെ നടന്നു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ജനിച്ചു വന്ന കൊച്ചുമഞ്ചാനുണ്ട്. കൊച്ചുമഞ്ചാനൊക്കെ അറിയാം, നാടുകാണി മലയെന്ന് കൊന്നപ്പാറയെന്ന് വരാമണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിതാക്കന്മാര് ചൂട്ടും കെട്ടി ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പകലന്തിയോളം കഠിനാധ്വാനം ചെയ്തിട്ട് രാത്രികാലം ഒരു അല്പം ആശ്വാസം കിട്ടുന്നത് എവിടെയെങ്കിലും ഒരിടത്തവർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു. പിതാവ് ഇത് വിശ്രമിക്കുന്ന ഞങ്ങൾ സാർപ്പചെന്ന് വിളിക്കുന്ന സാർപ്പച്ചനൊക്കെ ഉള്ളപ്പോഴേ എണിക്കട്ടെ പാപിച്ചാനൊക്കെ ഉള്ള സമയത്ത് അക്കരെ നിന്ന് സ്വപ്നം പറയും. ഈ ശബ്ദം കേട്ടിട്ടവരെല്ലാം കൂടെ എവിടെയെങ്കിലും ഓർമ്മ കൂടും, ഒന്നിച്ചു കൂടിപ്പോയി പ്രാർത്ഥിക്കും. അന്യോന്യ ബന്ധങ്ങളുണ്ടായിരുന്നു, കൂട്ടായ്മയ്ക്ക് വിലയുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുമായിരുന്നു. എന്നാൽ ഇന്നോ നമ്മളടുത്ത് പോയി ക്ഷീണിച്ചു പോയി. എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ നന്മ തന്നതുകൊണ്ടാണ്, ദൈവം നമുക്ക് കാറ് തന്നതുകൊണ്ടാണ്, ദൈവം നമ്മുടെ ദാരിദ്ര്യം മാറ്റിയതുകൊണ്ടാണ്.
ദൈവം നമ്മുടെ പട്ടിണി ഇല്ലായ്മ ചെയ്തതുകൊണ്ടാ, ദൈവം നമുക്ക് കൊടുക്കാനുള്ള ഒരു വസ്ത്രം തന്നതുകൊണ്ടാ. ഞാൻ പറയട്ടെ, അതൊന്നും വിജയമല്ല ദൈവമക്കളെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ മനസ്സിലാകാൻ വേണ്ടി പറയാം. ശാരീരികമായി ചില ബലഹീനത ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാതെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. തലമുറയുടെ വിഷയത്തിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ സമയം വേർതിരിച്ച് ഉപവസിക്കും. അല്ലേ? കയറിക്കിടക്കാൻ ചോർന്നൊലിക്കുന്ന ഒരു ഭവനം മാത്രമേ ഉള്ളൂ. ഒരു നല്ല ഭവനമില്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഒരൊറ്റ പ്രാർത്ഥന മുടക്കത്തില്ല. ജീവിതത്തിൽ ദൈവം ചില നന്മ തന്നു കഴിയുമ്പോഴല്ലോ, ചില അനുഗ്രഹം തന്നു കഴിയുമ്പോഴല്ലോ, പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ആളില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ ആളില്ല, വാസയോഗത്തിന് പോകാൻ ആളില്ല, ദൈവത്തെ വിളിക്കാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രായമുള്ള അപ്പച്ചന്മാരും അച്ഛന്മാരും അമ്മാമ്മമാരും ഒക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. എന്നാ വിചാരിക്കും, എന്നാ പ്രാർത്ഥനയ്ക്ക് പോയാൽ ഇപ്പം ബോറടിക്കുന്നില്ലല്ലോ. റിമോട്ട് ഞെക്കി കഴിഞ്ഞാൽ AC ഓണാകും, അടുത്ത റിമോട്ട് എടുത്തു കഴിഞ്ഞാൽ TV ഓണാകും. ഇതൊന്നുമില്ല, കയ്യിലെന്നുണ്ട്, മൊബൈലുണ്ട്. അപ്പൊ ബോറടിക്കാതിരിക്കാനുള്ള എല്ലാം ദൈവം നമുക്ക് എന്ത് ചെയ്തു? തന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് ഇരുന്ന് സന്തോഷിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് എന്ത് ചെയ്യുകയാണ്? നോക്കിയ നമ്മുടെ വിശ്വാസം കാലഗതിക്ക് അനുസരിച്ച് ക്ഷീണിച്ചു പോയേണ്ടതല്ല. നമ്മുടെ കാഴ്ചപ്പാട് കാലഗതിക്കനുസരിച്ച് മങ്ങിപ്പോകേണ്ടതല്ല. അങ്ങനെ മങ്ങിപ്പോകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, അത് പരാജയം, വിജയമല്ല. ദൈവത്തിൽ നമ്മെ അകറ്റുന്നെങ്കിൽ അത് പൂർണ്ണ പരാജയമാണ്, വിജയമല്ല. ദൈവം നന്മ തന്നു, എനിക്ക് അനുഗ്രഹം തന്നു, വിടുതൽ തന്നു എന്ന് മകൻ പറയുവാൻ നാം തത്രപ്പെടുമ്പോൾ, ഇന്ന് മകൻ ആ നന്മ നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റി കളഞ്ഞെങ്കിൽ ഇന്ന് മകൻ ഓർക്കണം, നാം ദൈവസന്നിധി പൂർണ്ണ വിജയം പ്രാപിച്ചവരാണ്. പരാജയപ്പെട്ടവരാ. ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ട, എനിക്ക് ശേഷം കർത്താവിന്റെ ദാസനെ സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ. ദൈവത്തെ മറന്നു. ഇവിടെ 37 വാക്യം എന്നുള്ള വായിച്ച് ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം നേടുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എങ്ങനെയാ യേശു നമ്മെ സ്നേഹിച്ചത്? എങ്ങനെയാ യേശു നമ്മെ സ്നേഹിച്ച? കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ, രക്തത്തിൽ കിടന്നുരുളുന്ന കണ്ടിട്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ യെരൂശലേമിനോട് എസ്കേൽ പ്രവാചകനിലൂടെ പറയുന്ന ആ അരുളപ്പാടാണ് നാം കേട്ടത്. എന്താ സംഭവിച്ചത്? ആർക്കും വേണ്ടാതെ വെറും പറമ്പിൽ എറിയപ്പെട്ട നമ്മെ ആരും ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാതെ, ആരും ഒന്ന് പേർ വിളിക്കാനില്ലാതെ, അയോഗ്യരായിരുന്ന നമ്മെ അവന് യോഗ്യനെന്ന് എണ്ണിയില്ലേ? നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതല്ലേ? നാം പിന്നാകാരമാകുന്നതിന് മുമ്പേ അവന്റെ കണ്ണ് നമ്മെ കണ്ടതുകൊണ്ട് അവൻ നമ്മെ പേര് വിളിച്ച് മക്കളും അവകാശങ്ങളുമാക്കി തീർത്തതല്ലേ? അതാ യേശുവിന്റെ സ്നേഹം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് പകർന്നു തന്നു. ആ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ആരും നമുക്ക് പകരം മരിക്കും? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ആര് നമുക്ക് പകരം ശാപമായി തീരും? നമുക്ക് പകരം മരിക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നമുക്ക് പകരം ശാപമായി തീരുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നമ്മെ സ്നേഹിച്ച് ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ വന്ന് അവൻ നമുക്ക് പകരം മരിച്ചു. ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ആ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അതിന്റെ ആഴം മനസ്സിലാക്കിയ ദൈവമക്കളെ, ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം പുറകോട്ട് പോകാൻ ഇടവരരുത്. അത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചു. എത്ര പേർക്ക് ഓരോ സംഭവത്തിനെ പോലെ പറയാൻ കഴിയും? ജീവിതാന്ത്യത്തിൽ നിന്ന് പുറകോട്ട് നോക്കിയിട്ട് നിര്യാണകാലം എടുക്കുമ്പോൾ പൗലോസ് പറയുക, ഞാൻ ചിലതിൽ ജയിച്ചു എന്നല്ല. ഇത് പ്രസംഗിക്കുന്നവരും പ്രസംഗം ഉണ്ടാക്കുന്നവരും ഇതൊക്കെ നമുക്കറിയാം. ജീവിതത്തിൽ പലതിലും പരാജയപ്പെട്ടിട്ട് ചിലതിൽ ജയിച്ചവരാണ്. ഈ ചിലതിൽ ജയിച്ചത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു നടക്കുന്നത്.
എന്നാൽ ഇത് പകൽക്കാലം ചിലതിൽ ജയിച്ചവരല്ല. പൗലോസിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം, ഇത് നമ്മുടെ അന്ത്യമാണെങ്കിൽ, ഈ നിമിഷം ഇതെന്റെ അവസാന നിമിഷമാണെങ്കിൽ, ഈ പ്രസംഗം എന്റെ അവസാന പ്രസംഗമാണെങ്കിൽ, എനിക്ക് പുറകിലേക്ക് നോക്കി പറയാൻ കഴിയണം, എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. നിവർത്തിയായി, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനേട്ട യേശു ക്രിസ്തു കഴിഞ്ഞ് പുതിയ നിയമസഭയിൽ അപ്പോസ്തലനായ പൗലോസിന് മാത്രമേ അത് പറയാൻ കഴിയൂ. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ ഏൽപ്പിച്ചത് ഞാൻ പൂർത്തീകരിച്ചു, എന്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടി. ഇത് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? ആ പൂർണ്ണ വിജയം എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ചിലതിൽ മാത്രം ജയിച്ച് ഭൗതികമായ നന്മകൾ പ്രാപിച്ച് ജീവിതത്തിൽ ചില പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ പ്രാപിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് അന്യഭാഷ പറഞ്ഞ് തുള്ളി ചാടി ദൈവത്തെ ബോധപ്പെടുത്തി അങ്ങ് പോകാനല്ല, മറിച്ച് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നെ സ്നേഹിച്ച യേശുവിനോടുള്ള എന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര കുറഞ്ഞോ അത് കൂടിയോ എന്ന് പറഞ്ഞ് ഈ